വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തേത് ഒരു ഷൂട്ട് വീഡിയോ ആട്ടോ. നമുക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, കുറച്ചധികം ഇമോഷൻസ് വാരി വലിച്ച് പുറത്തിടേണ്ട ഒരു കൈൻഡ് ഓഫ് ഷൂട്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്കൊന്ന് കരയാനുണ്ടായിരുന്നു. സംഭവം എനിക്ക് ആരുടെ മുന്നിൽ കരയാനോ എൻ്റെ ഇമോഷൻസ് പുറത്ത് കാണിക്കാനോ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഈ എക്സ്പ്രഷൻ വരുത്താൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്സ് തേച്ച് കരയേണ്ടി വന്നു. കുറച്ചധികം കണ്ണീര് വേസ്റ്റ് ആയതല്ലേ, ഒരു ഗ്രീൻ ടീ കുടിച്ചേക്കാം. എന്തായാലും സെക്കൻഡ് ഹാഫ് നമുക്ക് നല്ല രീതിക്ക് വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരുവിധ ഇമോഷൻസും പുറത്തേക്ക് വരില്ല. നല്ല ദേഷ്യമായിരിക്കും വരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാൻ മാതെ പോയിട്ട് ഫുഡ് കഴിച്ചു, നമ്മുടെ നെയ്ച്ചോറും ബീഫും. മാതേനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്രസ് ചെയ്യണ്ടല്ലോ. എന്തായാലും സെക്കൻഡ് ഹാഫ് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്കൊന്ന് അക്ഷയ പോകേണ്ടി വന്നു. എന്തായാലും ഞാൻ അമ്മേനെ കൂട്ടി നേരെ നമ്മുടെ അമ്മ വീട്ടിലേക്ക് വന്നു. അമ്മ വീട്ടിലേക്ക് വന്ന് പോയ ശേഷം പിന്നെ ഞാൻ ഒന്ന് സ്നേഹതീരത്ത് പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പാപ്പന്മാരെ അമ്മമ്മമാരെ പോയി കാണാൻ വിചാരിച്ചു. എന്തായാലും എനിക്ക് കോളേജ് മുതലേ എൻ്റെ ഒരു നല്ല കൂട്ടുകാരനാട്ടോ ഈ കാണുന്ന പുള്ളി. വേറെ ഒന്നുമല്ല, കോളേജല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് തുഷാരയിൽ ഞാൻ +2 10th ഒക്കെ ട്യൂഷൻ പഠിക്കുന്ന സമയം മുതൽ ഈ പുള്ളിയുടെ സംഭാരം എനിക്കൊരു കൈൻഡ് ഓഫ് അഡിക്ഷൻ തന്നെയാണ് ഗൈസ്. ബിക്കോസ് എൻ്റെ അപ്പാപ്പൻ്റെ കൂടെ പഠിച്ചതാണ് നമ്മുടെ ഈ സ്വന്തം ഇക്കാൻ്റെ കടയിൽ പോയിട്ട് നല്ല ടയേർഡായിരിക്കുന്ന ഡേയിൽ അവസാനം ഞാൻ ഇക്കാൻ്റെ കടയിൽ പോയിട്ട് ഒരു സംഭാരം കുടിച്ചിട്ട് വീട്ടിലേക്ക് പോവുള്ളൂ. അതെന്തോ ഒരു ശീലമായിപ്പോയി. കുറേ വിശേഷങ്ങൾ പുള്ളിക്കും പറയാനുണ്ടാവും. ഞങ്ങൾ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് നേരെ പള്ളിയിൽ പോയി